നടൻ വിജയ് ഇപ്പോൾ CBIക്ക് മുന്നിൽ ഹാജരാകാൻ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം CBI ഓഫീസിലെത്തി എന്നാണ് വിവരം. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് തുടർ ചോദ്യം ചെയ്യലിന് വിജയ് എത്തുന്നത്. അദ്ദേഹം എത്തുന്ന CBI ഓഫീസിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തീയതി മാറ്റി ചോദിച്ചെങ്കിലും CBI നൽകാൻ തയ്യാറായില്ല. മാത്രവുമല്ല, ചെന്നൈയിലേക്ക് ഈ ചോദ്യം ചെയ്യൽ മാറ്റണമെന്ന് വിജയ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിനും CBI തയ്യാറായില്ല. അതേസമയം കരൂരിലെ ജനങ്ങളെ ഒപ്പം നിർത്താൻ ടാർഗറ്റ് കരൂർ പ്രചാരണത്തിനും TVK തുടക്കമിട്ടു എന്നാണ് വിവരം. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, എത്ര മണിക്കാണ് കൃത്യം വിജയ് CBI ഓഫീസിലെത്തിയത്? SK ഒരു 5 മിനിറ്റ് മുൻപാണ് തമിഴ് സൂപ്പർ താരവും TVK അധ്യക്ഷനുമായിട്ടുള്ള വിജയ് CBI ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. കൃത്യം 11 മണിക്ക് തന്നെ എനിക്ക് പുറകിൽ കാണുന്ന CBI ആസ്ഥാനത്ത് വിജയുടെ ചോദ്യം ചെയ്യൽ പുനരാരംഭിക്കുമെന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. നേരത്തെ ജനുവരി 12, 19 തീയതികളിൽ ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ തുടർ ചോദ്യം ചെയ്യലാണ്. അതായത് അന്ന് വിജയ് നൽകിയ മൊഴിയിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് വിജയെ വീണ്ടും ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടതും അതുപോലെ തുടർ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി CBI തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. ഇന്ന് വിജയ്ക്കൊപ്പം തന്നെ കരൂർ ദുരന്ത സമയത്ത് വിജയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറെയും ഇവിടേക്ക് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹവും വിജയ്ക്കൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വിജയ്ക്കൊപ്പം തന്നെ ഇരുത്തി ചോദ്യം ചെയ്യുമെന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. നിലവിൽ സാക്ഷി വിസ്താരം അതുപോലെ തന്നെ തെളിവ് ശേഖരണം, ഈ 2 കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് CBIയുടെ ചോദ്യം ചെയ്യലും അന്വേഷണവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശേഖരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഒരു കുറ്റപത്രം CBI തയ്യാറാക്കുക എന്നുള്ള വിവരം കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ചൊവ്വാഴ്ച ഈ കരൂരിലെ MLA ആയിട്ടുള്ള സെന്തിൽകുമാറിനെയും CBI ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. അതിന്റെയും നടപടികൾ പുരോഗമിക്കുമെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. എന്തായാലും ഈ CBIയുടെ കേസ് അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജയിൽ നിന്നും കൂടുതൽ വിശദീകരണങ്ങളും അതുപോലെ തന്നെ വിജയ് ഉത്തരം നൽകേണ്ട ചോദ്യങ്ങളുമുണ്ട്. അതിന്റെ കാര്യങ്ങൾക്കടക്കമാണ് ഇപ്പോഴെന്തായാലും വിജയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നേരത്തെ ഈ തിരഞ്ഞെടുപ്പിന്റെ തിരക്കുകളെല്ലാം തന്നെ ആയതുകൊണ്ട് ചോദ്യം ചെയ്യൽ തമിഴ്നാട്ടിലേക്ക് തന്നെ അല്ലെങ്കിൽ ചെന്നൈക്ക് സമീപമുള്ള ഇടങ്ങളിലേക്ക് മാറ്റണമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. എന്തായാലും ആ ആവശ്യം CBI തള്ളിയിരിക്കുകയാണ്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.